നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അത്ഭുത അതിരേകത്തോടെ മാത്രം നോക്കിക്കണ്ടുപോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കൊല്ലം ജില്ലയിലെ മലയോരത്തെ പട്ടണപ്രദേശമായ പുനലൂരിലെ തൂക്കുപാലം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇന്നത് മാറിക്കഴിഞ്ഞു. ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരുകരകളെയും ഈ തൂക്കുപാലം ബന്ധിപ്പിക്കുന്നു. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ചത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ 1871 രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1887 പണി പൂർത്തിയാക്കി. കല്ലടയാറിന്റെ ഇരുകരകളിലുമായി വളർന്നു വന്ന പുനലൂർ പട്ടണത്തിന്റെ ചരിത്ര താളുകളിൽ സുപ്രധാനമായ ഒരു പങ്കാണ് തൂക്കുപാലത്തിനുള്ളത്. തമിഴ്നാടുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധം വികസിപ്പിക്കുന്നതിന് ഈ പാലം കാരണമായി. കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന ആശയം അത് അന്നത്തെ രാജഭരണകാലത്ത് പലതരത്തിൽ ആലോചിച്ചതാണ്. നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലുള്ള നദിയിൽ തൂണുകളിൽ കെട്ടിപ്പടുത്തുയർത്തുന്ന സാധാരണ പാലം പ്രായോഗികമല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൂക്കുപാലം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. കരയോടടുത്ത് തന്നെയുള്ള കമാന ആകൃതിയിലുള്ള രണ്ട് വലിയ തൂണുകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിലും ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാന ഭാഗം. ഈ ചങ്ങലകൾ കരഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന 4 കിണറുകൾക്ക് ഉള്ളിൽ പൂർണ്ണമായും ഇറക്കി ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം മധ്യഭാഗത്തെ കരഭാഗവുമായി സമാന രീതിയിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉറപ്പിച്ച തമ്പകം മരത്തിൽ തീർത്ത പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ നടത്തിയിരുന്നത്. കൗതുകത്തോടെയും അത്ഭുതത്തോടെയും മാത്രമേ ഈ ശില്പവിദ്യയെ ഇന്നിപ്പോൾ ഓർമ്മിക്കാനാകൂ. 20 അടിയോളം വീതിയും 400 അടിയോളം നീളവുമാണ് ഈ പാലത്തിന് ഉള്ളത്. ഇപ്പോൾ ഗതാഗതത്തിനായി സമാന്തര പാലം നടത്തി ഉപയോഗപ്പെടുത്തുകയാണ്. ഈ പാലത്തിൽ കൂടി ഇപ്പോൾ തൂക്കുപാലത്തിൽ കൂടി ഗതാഗതമില്ല. ധാരാളം സഞ്ചാരികൾ ദിവസവും തൂക്കുപാലം സന്ദർശിച്ച് സമയം ചെലവഴിക്കാൻ വേണം ദൃശ്യങ്ങൾ പകർത്താനുമായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അടുത്ത യാത്രാ പരിപാടിയിൽ പുനലൂർ തൂക്കുപാല സന്ദർശനവും
ഉൾപ്പെടുത്തുക. നിശ്ചയമായും ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും അത്.